എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 നമുക്ക് എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് Cavalier of Swords, Queen of Cups, Four of Pentacles, Nine of Cups, Cavalier of Cups, Six of Swords. Okay. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് കാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ അമിതമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് കരുതുന്നവരോടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോടോ ഒക്കെ പോയി പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ആലോചിക്കുന്നത്, എന്റെ പ്ലാൻസ് ഇതൊക്കെയാണ്, അപ്പൊ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് അവരോട് സംസാരിക്കും. അപ്പൊ അവരെന്തെങ്കിലും അഭിപ്രായം പറയും, പിന്നെ നാലാളോട് ചോദിക്കും, അവർ അഭിപ്രായം പറയും. അവസാനം എല്ലാവരുടെ അഭിപ്രായം കേട്ട് കഴിയുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയാവും. കാരണം എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവും. അപ്പൊ അതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുമ്പോൾ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ചർച്ച ചെയ്യുന്ന പരിപാടി നിർത്തുക. കാരണം നിങ്ങളുടെ ചിന്ത എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നതിനേക്കാൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചാൽ ഏറ്റവും മികച്ച ഒരു തീരുമാനം എടുക്കാം എന്നുള്ളതാണ്. അങ്ങനെയല്ല, നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ആലോചിക്കുക. വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ചർച്ച ചെയ്യാം. അപ്പോ ആ വ്യക്തിയുടെ അടുത്ത് ചർച്ച ചെയ്തിട്ട് നിങ്ങളും ആ വ്യക്തിയും കൂടിയിട്ട് ഉള്ള ഇതിൽ നിന്ന് ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. അല്ലാണ്ട് ആ വ്യക്തി പറഞ്ഞു തരും ഞാൻ ചെയ്യും എന്നുള്ള രീതിയിലല്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു കുട്ടിയല്ല. ഒരു 13 വയസ്സൊക്കെ കഴിയുമ്പോഴേ സ്വയം ചിന്തിക്കാനായിട്ട് തുടങ്ങാവുന്നതാണ്, തീരുമാനങ്ങൾ എടുക്കാം. അപ്പോ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഏതൊരു കാര്യം സംഭവിച്ചാലും നിങ്ങളുടെ അടുത്ത് എന്ത് സംഭവിച്ചാലും അത് അവിടെ ആദ്യം നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടാവും. നിങ്ങളുടെ അടുത്തായിരിക്കും എല്ലാ ന്യൂസും ആദ്യം എത്തുന്നത് ഒരു പക്ഷെ. അപ്പോ ഇതൊക്കെ വളരെയധികം എന്താ പറയാ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഞാനാണിത് ആദ്യം കണ്ടത്, ഞാനാണ് ഇത് ആദ്യം കേട്ടത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുന്നതൊക്കെ നിങ്ങളായിരിക്കാം. പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞ് എല്ലാത്തിലും ഇടപെടുന്നത് നിങ്ങൾ ഒഴിവാക്കിയാൽ വളരെ നല്ലതായിരിക്കും. പക്ഷെ ഇവിടെ ചെയ്യാൻ ഈ ഒരു മാസത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മാസം നിങ്ങൾ ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. വിനോദയാത്രകൾ നിങ്ങൾക്ക് ആഘോഷമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയം കാണിക്കുന്നുണ്ട്. സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തില് പല കാര്യങ്ങളിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ, യാത്രകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് വെച്ചാൽ നിങ്ങളുടെ യാത്രകളിൽ പലപ്പോഴും നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളായിരിക്കും. അവരിൽ നിന്ന് കേൾക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. വെറുതെ ആരെങ്കിലും പറയുന്ന കേൾക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളത് അന്വേഷിച്ച് നോക്കുക. അതിന്റെ പുറകെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മളുടെ വിജയത്തിനുള്ളൊരു മുന്നോടിയായിട്ട് മാറുന്നുണ്ട്. ആരെങ്കിലും എവിടെ ഇരുന്ന് എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും പ്രയോജനം ചെയ്യാം. അതായത് നിങ്ങളുടെ പ്ലാനിനെ കുറിച്ച് സൗഹൃദ വലയത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പരിചയമില്ലാത്ത ഒരാൾ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും പറയുമ്പോൾ അത് കൊള്ളാലോ എന്ന് വിചാരിച്ചാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആ വഴിയാണ് നിങ്ങൾ കൂടുതൽ വിജയത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്.
സോ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അമ്മയോ സഹോദരിയോ ഭാര്യയോ ആരെങ്കിലും ആയിരിക്കാം, ആ ഒരു സ്ത്രീ വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം, അതായത് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ സങ്കടങ്ങൾ വരുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ നിൽക്കുക, തിരിച്ചും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എപ്പോഴും നല്ല രീതിയിൽ ഒരു നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കാതെ ഒരു സെക്കൻഡ് ചാൻസ് ആ വ്യക്തിക്ക് കൊടുക്കും. ഒരു പക്ഷെ ആ വ്യക്തി വളരെയധികം വികാരധീനരായിരിക്കും, പെട്ടെന്ന് സങ്കടവും ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിരിക്കും, അവരുടെ ഫീലിങ്സ് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാതിരിക്കാൻ, അതായത് അത് ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടേണ്ടുന്ന ആ ഒരു സഹകരണം ലഭിക്കുന്നുണ്ടാവില്ല പല കാര്യത്തിലും. അതേസമയം അവർ തിരിച്ച് നിങ്ങളോട് സഹകരിക്കുന്നുണ്ടാവും. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാത്തിനും എന്തിനും ഏതിനും ചോദ്യം ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ പല കാര്യങ്ങളും നിങ്ങൾ സേഫ് ആണോ, നിങ്ങൾ സുരക്ഷിതരാണോ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നല്ല രീതിയിലാണോ പോകുന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ഒരു പക്ഷെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായെന്ന് വരില്ല, പക്ഷെ ഈ വ്യക്തിക്ക് ആ കഴിവുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി പറയുന്നത് കേൾക്കുന്നത് നല്ലതായിരിക്കും. ഇറിറ്റേഷനായിട്ട് ചിലപ്പോൾ തോന്നിയെങ്കിൽ കൂടിയും എന്നുള്ളത് എടുത്തു പറയും. പ്രത്യേകിച്ച് നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ, നിങ്ങളുടെ അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയോ ഭാര്യയോ ആണെങ്കിലും ശ്രദ്ധിക്കുക. ഇനി 4 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, കടം, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അടുത്തിടയ്ക്ക് ഉണ്ട് എങ്കിൽ ഈ ഒരു മാസം കുറച്ച് ആശ്വാസമുള്ള മാസമായിരിക്കും. കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരമാവധി അകന്നു നിൽക്കുകയും അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാകുന്നുണ്ട്. പൊതുവെ നിങ്ങൾ ചിലപ്പോൾ അടുത്തിടെയായിട്ട് എപ്പോഴും എന്തെങ്കിലും ഹോസ്പിറ്റൽ ചെലവോ പ്രശ്നങ്ങളോ പെട്ടെന്ന് ഇനിയിപ്പോൾ കുറച്ച് സേവ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ പൈസ നഷ്ടപ്പെടുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാസം അതിലൊരു ആശ്വാസം ഉണ്ടാകും. കാരണം പലപ്പോൾ കിട്ടുന്നതിൽ കുറച്ചെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാനസികമായിട്ട് പൈസ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു ആശ്വാസം നൽകുന്ന ഒരു മാസമാണ് ഇതെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 9 ഓഫ് കപ്സ് എനർജിയാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി, അതായത് 9 ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത് ആഗ്രഹ സബലീകരണമാണ്, സമൃദ്ധിയും ഐശ്വര്യം. വളരെയധികം ഇതില് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജാതകവശാൽ നിങ്ങളുടെ ഇപ്പൊ സമയം എങ്ങനെയാണെന്നുള്ളതും, അല്ലെങ്കിൽ നല്ല സമയമാണ്, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇത്രയുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ രാജയോഗമാണ് ഇപ്പോൾ എന്നിട്ടൊന്നും സംഭവിച്ചില്ല, അങ്ങനെ പല പല കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്നും സംഭവിക്കാത്തത് എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ ഈ ഒരു മാസം വളരെ ഫലപ്രദമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്പോട്ട് ലൈറ്റിലായിരിക്കും, അതായത് എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങളിലായിരിക്കും. അതേപോലെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പല ആഗ്രഹങ്ങളും സഫലമാകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് നിങ്ങൾക്ക് ചുറ്റും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ പെട്ടെന്ന് ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വരം ചോദിക്കുമ്പോൾ വരം നൽകി തഥാസ്തു എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ മനസ്സിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, ചിന്തകൾക്ക് കടിഞ്ഞാണിടുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നെഗറ്റീവായിട്ട് എന്തെങ്കിലും മനസ്സിൽ വന്നാൽ അപ്പം തന്നെ അതിൽ നിന്ന് മാറി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കാരണം ഈ സമയത്ത്, ഈ ഒരു മാസത്തിൽ പൊതുവെ ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന അതുപടി നടക്കും. അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവ് ആണെങ്കിൽ അതുപോലെ തന്നെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ദൈവം മുകളിലിരുന്ന തഥാസ്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കാൻ, ആവശ്യ ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കെവലിയർ ഓഫ് കപ്സ് എനർജിയാണ്. സോ ഈ ഒരു സമയം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ന് പറയും, അതായത് നിങ്ങൾക്ക് വികാരം, അതായത് വളരെ വികാരധീനരായിട്ടുള്ള വ്യക്തികൾ, നിങ്ങളും പൊതുവിൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വികാരം എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിക്കും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആണ്. അപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകൾ ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ സംഗീതം, പദ്യം, പോയം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കുന്ന കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിട്ടുള്ളവർ, കമ്മിറ്റഡ് ആയിട്ടുള്ളവരും വിവാഹിതരായിട്ടുള്ളവരും പ്രണയിക്കുന്നവരൊക്കെ
ഒത്തിരി നിങ്ങൾ തമ്മിൽ ഒത്തിരി നല്ലൊരു ബന്ധം നിലനിർത്താനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുമിച്ച് സമയം ചിലവഴിക്കാനുള്ള അവസരമുണ്ട്. പാർട്ടി അതിനുള്ള അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊപ്പം പാർട്ടിയിലോ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പോയി ആഘോഷമാക്കി ജീവിതം മാറ്റാനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചതൊക്കെ തിരിച്ചു നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ് വേണ്ട കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസരമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ലൈഫിൽ പല കാര്യങ്ങളും എവിടെ എന്ത് എങ്ങനെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമയം ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ലൈഫ് എന്ന് പറയുന്നത് പലതരത്തിലും പല രീതിയിലും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിൽ ജീവിതം ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.